ഹായ് ഗേസ് സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരാണോ നിങ്ങൾ? ഒന്നുകൊണ്ടും മടിച്ചു നിൽക്കാതെ ഫ്രീ ആയി പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഹലോ. ഡു ആൻഡ് ഡസ് നമ്മൾ ഇതിനു മുന്നേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് എവിടേക്കാണ് പറയുന്നത്, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡു ആൻഡ് ഡസ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് അല്ലേ? ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് പെർഫെക്റ്റ് നല്ല ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇന്ന് നമുക്ക് ഡു ആൻഡ് ഡസ് ഒന്നും കൂടെ നോക്കാം അല്ലേ? അതിനെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. സി ദ ഫസ്റ്റ് വൺ. ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്? ഡു ഐ ടീച്ച് ഇംഗ്ലീഷ്? യെസ്. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കണോ? യെസ് യു ടീച്ച് ഇംഗ്ലീഷ്. നോ യു ഡോണ്ട് ടീച്ച് ഇംഗ്ലീഷ്. ഡൂന്റെ നെഗറ്റീവ് ഡോണ്ട് ആണ്, അതറിയാലോ. ഡു നോട്ട്. ഡു നോട്ട് എന്ന് നമ്മൾ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറയണ്ടേ. ഡോണ്ട് എന്ന് പറഞ്ഞാൽ മതി. യു ഡോണ്ട് ടീച്ച് ഇംഗ്ലീഷ്. സോ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? യെസ് ഐ സ്പീക്ക് ഇംഗ്ലീഷ്. നോ ഐ ഡോണ്ട് സ്പീക്ക് ഇംഗ്ലീഷ്. തേർഡ് വൺ. ഡു ദേ പ്ലേ ഫുട്ബോൾ? ഡു ദേ പ്ലേ ഫുട്ബോൾ? അവർ ഫുട്ബോൾ കളിക്കുമോ? യെസ് ദേ പ്ലേ ഫുട്ബോൾ. They play football. No, they don't play football. Do we run every day? Do we run every day? നമ്മൾ ദിവസവും ഓടുന്നുണ്ടോ? Yes, we run every day. No, we don't run every day. Next one. Do they want to come with me? Do they want to come with me? അവർ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അവർക്ക് എൻ്റെ കൂടെ വരണോ? അങ്ങനെയും പറയാം. Yes, they want to come with you. No, they don't want to come with you. Last one. Do you like biryani? Do you like biryani? നിങ്ങൾക്ക് ബിരിയാണി ഇഷ്ടമാണോ? യെസ് ഐ ലൈക്ക് ബിരിയാണി. നോ ഐ ഡോണ്ട് ലൈക്ക് ബിരിയാണി. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഡസ് ആണ്. ഡസ് ഒന്നുകൂടിയും പറയുന്നു. ഡസ് എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ഹി, ഷീ, ഇറ്റ്, ദെൻ നെയിം. ഇതിന്റെയൊക്കെ കൂടെയാണ് നമ്മൾ ഡസ് ഉപയോഗിക്കുക. അതിന്റെ എക്സാമ്പിൾസ് നോക്കിയാലോ. സി ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഡസ് ഹി ലൈക്ക് ഇന്ത്യൻ ഫുഡ്? ഡസ് ഹി ലൈക്ക് ഇന്ത്യൻ ഫുഡ്? അവന് ഇന്ത്യൻ ഭക്ഷണം ഇഷ്ടമാണോ? യെസ് ഹി ലൈക്സ് ഇന്ത്യൻ ഫുഡ്. No, he doesn't like Indian food. Second example. Does she sing well? Does she sing well? അവൾ നന്നായി പാടുമോ? Yes, she sings well. No, she doesn't sing well. അവിടെ ശ്രദ്ധിച്ചോ? സിങ്സ് ആണ് പറഞ്ഞത്. ഷീ ആയതുകൊണ്ട് ഷീ സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ സിങ്സ് എന്നാണ് പറയാ അല്ലെ? ദേ ആണെങ്കിൽ എന്താ പറയാ? സിംഗ് ആണ്. സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ സിങ്സ് വേർബിന്റെ കൂടെ എസ് യൂസ് ചെയ്യും അല്ലെ? അതുകൊണ്ടാണ് ഷീ സിങ്സ് വെൽ എന്ന് പറഞ്ഞത്. പ്ലൂറൽ ആയിരുന്നെങ്കിലോ സിംഗേ പറയുള്ളൂ. അത് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പഠിച്ചതാണ് അല്ലെ? ഓക്കെ, ക്ലിയർ? ഡസ് ഹി സ്പീക്ക്? ഡസ് ഹി സ്പീക്ക്? അവൻ സംസാരിക്കുന്നുണ്ടോ? അവൻ സംസാരിക്കുന്നുണ്ടോ? യെസ് ഹി സ്പീക്സ്. അവിടെയും സ്പീക്സ് ആണ് പറഞ്ഞത് അല്ലെ? നോ ഹി ഡസന്റ് സ്പീക്ക്. ഡസ് ഷീ റീഡ്? ഡസ് ഷീ റീഡ്? അവൾ വായിക്കുമോ? യെസ് ഷീ റീഡ്സ്. നോ ഷീ ഡസന്റ് read. Does it eat? Does it eat? ഇത് കഴിക്കുമോ? Yes, it eats. No, it doesn't eat. Last example. Does Jax play? Does Jax play? Jax കളിക്കുമോ? Yes, Jack plays. No, Jax doesn't play. Now we will have a look into the fluency test. കുറച്ച് ക്വസ്റ്റ്യൻസ് മലയാളത്തിലുള്ളത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അല്ലെ? ഫസ്റ്റ് വൺ. നീ എവിടേക്കാണ് പോകുന്നത്? നീ എവിടേക്കാണ് പോകുന്നത്? Where are you going? Where are you going? Second one. ഞാൻ മാർക്കറ്റിൽ പോവുകയാണ്. I am going to the market. I am going to the market. Third one. നീ ഇന്നലെ എവിടെയായിരുന്നു? Where were you yesterday? Where were you yesterday? Fourth one. ഞാൻ ഇന്നലെ മുംബൈയിൽ ആയിരുന്നു. I was in Mumbai. I was in Mumbai. നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത്? When will you be back? The sixth one. Sixth conversation. ഇതൊരു കോൺവെർസേഷൻ ആണ് അല്ലെ? അതിന് സിക്സ്ത് സെന്റൻസ്. ഞാൻ നാളെ വരുമായിരിക്കും. ഞാൻ നാളെ വരുമായിരിക്കും. I will probably come tomorrow. അങ്ങനെ I may come tomorrow. ചിലപ്പോൾ സാധ്യതയാണ്. I may come tomorrow എന്നും പറയാം. I will probably come tomorrow എന്നും പറയാം. Seventh one. നീ നാളെ ഈ സമയത്ത് യാത്ര ചെയ്യുകയായിരിക്കുമോ? Will you be traveling at this time tomorrow? Will you be traveling at this time tomorrow? Next. അതെ, ഞാൻ നാളെ ഈ സമയത്ത് യാത്ര ചെയ്യുകയായിരിക്കും. Yes, I will be traveling at this time tomorrow. Next. അവൻ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? അവൻ എന്തിനാണ് ഇവിടേക്ക് വരുന്നത്? Why is he coming here? Why is he coming here? അവൻ ഇവിടെ വരുന്നത് നിന്നെ കാണാനാണ്. He is coming here to see you. He is coming here to see you. Next one. എനിക്ക് അവനെ കാണാൻ കഴിയില്ല കാരണം ഞാൻ ദുബായിലേക്ക് പോവുകയാണ്.
അതെങ്ങനെയാ പറയാ? ഐ കാൺ സീ ഹിം ബിക്കോസ് ഐ ആം ലീവിംഗ് ടു ദുബായ്. ഐ കാൺ സീ ഹിം ബിക്കോസ് ഐ ആം ലീവിംഗ് ടു ദുബായ്. ലാസ്റ്റ് വൺ, നീ നിർബന്ധമായും നാളെ അവനെ കാണണം. യു മസ്റ്റ് സീ ഹിം ടുമാറോ. യു മസ്റ്റ് സീ ഹിം ടുമാറോ. ഓക്കെ, സി ദ നെക്സ്റ്റ് വൺ. ഫസ്റ്റ് വൺ, ഞാൻ കളിക്കാറുണ്ട്. വെരി ഈസി അല്ലേ? എങ്ങനെ പറയാം? ഐ പ്ലേ. അവൾ കളിക്കാറുണ്ടെന്ന് എങ്ങനെ പറയാ? ഷീ പ്ലേ ആണോ? നോ, ഷീ പ്ലേസ്. ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആണ്. ആ യു ദേവി ആണെങ്കിൽ അവിടെ പ്ലേസ് ആയിരുന്നു പറയാം. ഇവിടെ അത് ഐ പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഷീ വന്നപ്പോ പ്ലേസ് ആയി അല്ലേ? നേരത്തെ പറഞ്ഞതാണ് നമ്മളത്. ഓക്കെ, നെക്സ്റ്റ് വൺ, നീ എഴുതാറുണ്ടോ? ഡു യു റൈറ്റ്? ഡു യു റൈറ്റ്? അവൻ എഴുതാറുണ്ടോ? ഡസ് ഹി റൈറ്റ്? ഡസ് ഹി റൈറ്റ്? അവൻ വന്നതുകൊണ്ടാണ് ഡസ് വന്നത് അല്ലേ? യെസ്. തേർഡ് വൺ, ഞങ്ങൾ പഠിക്കാറില്ല. വി ഡോണ്ട് സ്റ്റഡി. വി ഡോണ്ട് സ്റ്റഡി. രാജു പഠിക്കാറില്ല. രാജു ഡസൻ സ്റ്റഡി. രാജു ഇസ് എ പേഴ്സൺസ് നെയിം, സോ വി സെഡ് ഡസൻറ്റ്. രാജുവിന്റെ കൂടെ ഡസൻറ്റ് ആണ് വന്നത്. പഠിക്കാറില്ല എന്നാണ്, അതുകൊണ്ടാണ് ഡസൻറ്റ്. ഞാൻ പുസ്തകം വായിക്കുന്നു. ഐ ആം റീഡിംഗ് എ ബുക്ക്. ഐ ആം റീഡിംഗ് എ ബുക്ക്. രേഷ്മ ചായ കുടിക്കുന്നു. രേഷ്മ ഇസ് ഡ്രിങ്കിങ് ടീ. രേഷ്മ ഇസ് ഡ്രിങ്കിങ് ടീ. ഓക്കെ, ഈ ഒരു മെത്തേഡിലായിരിക്കും നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.